ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂഫലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്യുത ശങ്കര പ്രഭൃതി ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥല കൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഹൃദേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും ഈ ലോക നന്മയും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ മക്കൾക്കും എല്ലാ കൃപയും ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും പേരുകൾ ഞാൻ പറയാം. നിർമ്മല, പവിത്രൻ, രുക്മിണി മോഹൻ, ഇവരൊക്കെ ആദ്യമുള്ള മക്കളാണ്. രുക്മിണി മോഹനൊക്കെ ഇതുവരെ ഒരു കമ്മ്യൂണിസ്റ്റ് പോലും മുടക്കിയിട്ടില്ലെന്നുള്ളതാണ്. എല്ലാവർക്കും അതുപോലെ തന്നെ ഗീതാ നായർ, ജഗദമ്മ, നിർമ്മല, രമേഷ്, രാധാമണി, ബിജു അവരൊക്കെ നേരത്തെ ഉള്ളവരാ. അനിലകുമാരി ഇവരൊക്കെ പുതിയതാണ്. അനിതപ്രിയ ഇതൊക്കെ ഇപ്പം അനിലകുമാരി അനിതപ്രിയ എവിടാന്നൊന്നും എനിക്ക് അറിയില്ല, ഇപ്പോൾ പുതിയതായിട്ടാണ്. ജയശ്രീ ബാബു, ഗീതാ നായർ അവരൊക്കെ നേരത്തെ ഉണ്ട്. ഉദയകുമാർ, പ്രസന്ന, ജയാനിൽ, രാധാ ശിവാനന്ദൻ, പത്മകുമാരി, ഇന്ദുലേഖ, ശ്രീല, ഗുഡ് ഹാബിറ്റ് അതൊരു പുതിയതാണ്. ഷെർലി മുമ്പേ ഉള്ളതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ കമൻസ് ഇടൂ എന്നുള്ളതേ ഉള്ളൂ. ഇനിയും മക്കളൊക്കെ ഉണ്ട്, ഒരുപാട് മക്കളുണ്ട്. എല്ലാവരുടെയും പേരെഴുതിയാൽ എല്ലാവർക്കും കൂടെ വായിക്കാനും പറ്റത്തില്ലല്ലോ, സമയം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ മതി. എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഈ പേരുകളുള്ള മക്കളെയും അല്ലാതുള്ളവരെയും ഒക്കെയും ഈശ്വരൻ എല്ലാവരും എല്ലാ ഭക്തന്മാരെയും ഭഗവാൻ എന്നും കാണുന്നുണ്ട്. ഭഗവത് കൃപ എല്ലായിടവും വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ, എല്ലാ മക്കളുടെയും ഭവനങ്ങളിലും ഉള്ളിലും അകവും പുറവും എല്ലാം പരമാത്മാ ചൈതന്യം നിറഞ്ഞിരിക്കുവാണല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുക, അപ്പോൾ എല്ലായിടവും പ്രകാശിക്കും ഈശ്വരൻ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് 4-ാം പാദം ഭഗവത് കീർത്തനം ചൊല്ലാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കല്യാണമാർന്ന ഹരിലീലാമൃതം നൃവര ചൊല്ലാം കുറഞ്ഞതു ചെവിക്കൊള്ളുക പാപഹരം. എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിയ നല്ലൊരു വിഷ്ണുകഥ നാരായണായ നമ. കാര്യങ്ങൾ കർത്തൃകരണം കാരണം ക്രിയകൾ കാലസ്വരൂപി ഹരി തൻ്റെ വിലാസമിതു. വീര്യങ്ങൾ ചേരും അവതാരങ്ങളുണ്ട് പല കാര്യാനുരൂപി ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.
കിട്ടാഞ്ഞു വേദം ഉഴലും നേര ആദികവി പെട്ടെന്നു മത്സ്യവടിവായി കൃപാജലധി പൃഷ്ഠേ ധരിച്ചു ജലധൗ കൂർമ്മരൂപിദിവി തട്ടും മഹാഗിരിയെ നാരായണായ നമ. കീറിക്കളഞ്ഞ കിറുകൊണ്ടം മഹാസുരനെ വരാഹസിംഹമുയരത്താക്കി ഭൂമിയെയും നാരായണാക്ഷര വിരോധിക്കു മൃത്യു നരസിംഹോപഭൗതനു നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കുറ്റം വരാതെ ബലിയാഗത്തിൽ മാണിവപുരറ്റം വരാതുലകു വീണ്ടേഷമുച്ചുവടായി വില്ലാളിമാരയുധി മൂവേഴുവട്ടം ഇഹ കൊന്നോരു രാമഹരി നാരായണായ നമ. കൂട്ടം നിശാചരരുടെ രാവണാദികളെ മോട്ടോടു കൊല്ലുവതിനായി രഘുപ്രവരൻ വാട്ടം വരാതെ ബലഭദ്രാകൃതിം തടവി നാട്ടിനു നല്ലതിഹ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കെൽപ്പേറിനൂര് യദുവംശേ പിറന്നു ഹരിമുപ്പാരും ഏവ പരിപാലിച്ചു കൃഷ്ണനഥ അപ്പാഴരെ കലിയുഗാന്തേ വധിച്ചിടുവതുൽപ്പന്ന കൽക്കിതനു നാരായണായ നമ. കേട്ടെന്നരാധിപനിവണ്ണം രമേശ കഥ പെട്ടെന്നുറച്ചു ഭഗവത് രൂപമുള്ളിലത കഷ്ടം കടിച്ചു മുനിവാക്യേന തർഷകനും ഇഷ്ടം നൃപന്നതിഹ നാരായണായ നമ. കൈവല്യമായളവു വന്ന നരാധിപനു ദിവ്യം പെരുമ്പറമുഴങ്ങി ഗംഭീരരവം ഈ വണ്ണമില്ലരുനെന്നും പുകഴ്ന്നു മുനിവൃന്ദം നടന്നു ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കൊണ്ടാടുവോർക്കും ഇത് കേൾക്കുന്നവർക്കും ഉടനുണ്ടായി വരും ഗതി പരീക്ഷിത്തിനെന്ന വിധം പണ്ടേ മഹാമുനി ചമച്ചോ പുരാണം അതുകൊണ്ടെന്നതോർക്ക ഹരി നാരായണായ നമ. ഓർത്തോരു സൂക്തിമണി പോലുള്ള ഭാഗവതം ഓർത്താൽ ഇതിനു സമമില്ലൊന്നുമെന്നറിയ തീർത്ഥങ്ങൾ കൊണ്ട് ഒഴിയാതുള്ള പാപം അത് തീർത്തിടുമെന്നറിയ നാരായണായ നമ. കൗതൂഹലം മനസ്സി മറ്റൊന്നിലിത്ര നഹി വേദാന്തസാരം അത് കേൾപ്പുണ്ടു ഭാഗവതം വേദം വ്യസിച്ച മുനി മോദം വരാഞ്ഞു പുനരേതച്ചകാരകില നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കല്ലോലിനി രമണ കല്യാകൃത് രുചിരപുല്ലാരവിന്ദ രുചിപാദം ജയിക്കതവ എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിയ ചൊല്ലാർന്നനന്തകഥ നാരായണായ നമ. നാരായണായ നമ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപതു ചേരും മുകുന്ദപദം തീരാതെ സംസ്കൃതി വിഷം തീരുമെന്നറിയ മാലോകരേ ജപദ നാരായണായ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമുക്ക് ഭഗവാൻ കൃഷ്ണനും പിന്നെ ബലരാമനും അക്രൂരനും കൂടെ വണ്ടി ഒരു മരച്ചുവട്ടി നിർത്തിയിട്ട് ആദ്യമേ ഭഗവാൻ കൃഷ്ണനും ബലരാമനും ദേഹശുദ്ധി ചെയ്യാനായിട്ട് കാളന്തി നദിയിലിറങ്ങി ദേഹശുദ്ധി ചെയ്തിട്ട് തേരിൽ പോയി ഇരുന്നപ്പോൾ അക്രൂരൻ ഒരു വൃക്ഷച്ചുവട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അക്രൂരനും വെള്ളത്തിൽ ദേഹശുദ്ധിക്ക് നദിയിലിറങ്ങി മുങ്ങി. അപ്പോൾ എന്താ കാണുന്നത്? ഭഗവാനോടെ ആരെ കാണുന്നത്?
അനന്തശയനൊക്കെ. അപ്പോൾ വീണ്ടും പൊങ്ങി നോക്കിയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ട്, രഥത്തിൽ ഇരിപ്പുണ്ട്. വീണ്ടും മുങ്ങി. അപ്പോൾ കണ്ട കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. എന്തൊക്കെയാണ് കാണുന്നത്? അത് ഇനി ഒന്നുകൂടെ പറയാൻ ഒത്തിരി ഉണ്ട്. ഭഗവാന്റെ, അതായത് അനന്തൻ്റെ മെത്തയിൽ ഭഗവാൻ ശയിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ശോഭയുടെ എല്ലാം കിരീടങ്ങളും ഭഗവാന്റെ ആഭരണങ്ങളും ഇതെല്ലാം കുന്തസോനാഭദന്തവും ഗ്രീവാസ ശോഭയും കൗസ്തുഭ ശോഭയും എന്നെല്ലാം പറഞ്ഞ ഒത്തിരി ഉണ്ട് വായിക്കുന്നത്. എല്ലാം ഭഗവാനെ കണ്ട് ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ പാലാഴിയിൽ ഭഗവാൻ ഇങ്ങനെ ശയിക്കുന്ന, അനന്തനിൽ ശയിക്കുന്ന ഭഗവാൻ. എന്നിട്ട് എന്താ ചുറ്റും ഭഗവാന്റെ ചുറ്റിനെ ആരൊക്കെയാണ് നിൽക്കുന്നത്? പങ്കജ മാലിനി ശ്രീ ഭൂമി ദേവിയും ശ്രീ മഹാലക്ഷ്മിയും, അതായത് ഇന്ദിര ഭഗവാന്റെ ഭാര്യ, ഭൂമി ദേവി, അതും രണ്ടുപേരും. പങ്കജ നേത്രൻ ഇരുപാടും ഇങ്ങനെ ഭഗവാന്റെ ഇടത്തും വലത്തുമായിട്ട് ഈ രണ്ട് ഭാര്യമാരും നിൽക്കുന്നു. എങ്ങനെ നിൽക്കുന്നു? താൻ കടാക്ഷേണ ആ നേത്രത്തിൽ കൂടി കടാക്ഷം എങ്ങനെയാണ് അതുപോലെയാണ് ഭഗവാനെ തന്നെ നോക്കി കടാക്ഷിച്ച് നിൽക്കുന്ന ഭാര്യമാർ. ശുശ്രൂഷിച്ചിരിക്കുക അവർ ഭഗവാനെ തന്നെ, ഒരാൾ ഇടത്തുവശത്തും ഒരാൾ വലത്തുവശത്തും നിന്നിങ്ങനെ ഭഗവാനെ തന്നെ നോക്കി കടാക്ഷിച്ച് ശുശ്രൂഷിച്ചിരിക്കുകയാണ് ഈ ഭാര്യമാർ. പിന്നെയോ കൈലാസവാസി കമലോത്ഭവാദി ദിക്പാലക ദേവകൾ. അത് കൈലാസവാസിയാരാ? പരമശിവൻ. കമലോത്ഭവനാരാ? താമരയിൽ ജനിച്ചവൻ ബ്രഹ്മാവും ദിക്പാലക ദേവകളും മാമുനിമാരും ഗന്ധർവനും ചാരണ കിന്നരന്മാർ യക്ഷ സിദ്ധഗണങ്ങൾ നാരദ മഹാമുനി സനൽകുമാരാദികളും നന്ദാദി പാർഷദന്മാരും രക്ഷിസംഘവും പന്നക പ്രഹ്ലാദനാദി വസുക്കളും കീർത്തിയും തുഷ്ടിയും ശ്രീ പുഷ്ടി വിദ്യയും ശ്രീ ഐശ്വര്യം പുഷ്ടി വിദ്യയും മൂർത്തി അവിദ്യയും. അപ്പോൾ വിദ്യാരൂപിണി സരസ്വതിയാണ് അവിദ്യയും. അതായത് അതിൻ്റെ ദേവിയുടെ ജ്യേഷ്ഠത്തെയാണ് അവിദ്യ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉള്ളതാ. അതാണ് ഇവിടെ ഈ പ്രപഞ്ചം. അവിദ്യ എന്ന് പറയുന്നില്ല, ഇതെല്ലാം നമുക്ക് വേണ്ടുന്ന ഒന്നും വേണ്ടാത്തതില്ല. അപ്പോൾ വിദ്യയും മൂർത്തി അവിദ്യയും എന്നിവയൊക്കെയും തത്തൽ ക്രമേണ സമസ്ത വ്യാപ്യം വരെ ഇതെല്ലാവരും കൂടെ നിരത്തിങ്ങനെ വ്യാപിച്ച് ചുറ്റിനും നിൽക്കുക. അങ്ങനെ ഉത്തമം ഭാഗവതാഠ്യം സ്തുതിക്കുകയും ഭക്തിയോടങ്ങവർ ചൂടറ്റു നിന്നിതം ഉത്തമം നാരായണൻ ഭജിക്കുന്നത്. അപ്പോൾ ഭഗവാനെ തന്നെ ഇവരെല്ലാവരും വട്ടമിട്ട് നിന്ന് ഭഗവാനെ തന്നെ ഉത്തമം ഭാഗവതാഠ്യം ഭഗവാനെ തന്നെ നാരായണനെ ഇങ്ങനെ സ്തുതിക്കുക. അവരെല്ലാവരും ചുറ്റും ഇവരെല്ലാവരും കൂടെ ഒന്ന് നിന്ന് സ്തുതിക്കുക. അപ്പോൾ എന്തുവാ ചിത്തത്തിൽ ഇങ്ങനെ കണ്ട് ഇതാണ് ഭഗവാനെ ഇങ്ങനെ ഉള്ള രീതിയിലാണ് ചതുർഭുജങ്ങളും എല്ലാം അനന്തനിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിനെയാണ് ഈ എന്താ പറയുക അക്രൂരൻ കണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ചിത്തത്തിൽ ഇങ്ങനെ കണ്ടൊരു അക്രൂരനും ഭക്തിയോട് ഉത്തമ പുരുഷൻ വാഴ്ത്തിനാൻ ഇദ്ദേഹം ഭഗവാനെ ഇങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇനി അക്രൂരനും ഇങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഭഗവാനെ ഈ അക്രൂരനും വാഴ്ത്തി സ്തുതിക്കുന്നതാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. അക്രൂര സ്തുതി, അക്രൂരൻ ഇങ്ങനെ സ്തുതിക്കുക ഇനി, അതാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ആണ് ഇദ്ദേഹം ഈ വെള്ളത്തിൽ മുങ്ങി കിടന്നപ്പോൾ കാണുന്ന കാഴ്ച. എന്താ കാരണം? ഭക്തനായതുകൊണ്ടാണ്. എന്ത് ഭക്തനാ? എല്ലാവരും പറയും എനിക്കുമുണ്ട് ഭക്തി, എനിക്കുമുണ്ട് ഭക്തി എന്ന്. പക്ഷേ ഇത് ഇത്രയും അനുഭവത്തിൽ വരണമെങ്കിൽ അത് അത്രയും എന്ത് ഭക്തിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉള്ളിൽ ഓർക്കണം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഇത്രയും കാരണം ഏത് സമയവും അക്രൂരൻ ഭഗവാനെ തന്നെ ചിന്ത, അല്ലാതെ മറ്റൊരു ചിന്തയില്ല. അങ്ങനെയുള്ളൊരു ഭക്തനെയാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയാം. അല്ലാതെ നമുക്ക് ഇന്ന് ഒരുപാട് പേര് ഭക്തിയുണ്ട്. സന്ധ്യയ്ക്ക് വിളക്കത്തേക്കും 5 മിനിറ്റോ അരമണിക്കൂറോ ഭക്തിയായിട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവരുടെ കാര്യം എന്താ? പിന്നെ പുറം ലോകമായിട്ടുള്ള കാര്യം. അത് യഥാർത്ഥ ഭക്തിയല്ല. അതും സന്ധ്യ തൊട്ട് അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ പ്രാർത്ഥിച്ചെന്ന് കരുതി ആ പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയാണ്? എന്തും നേടാനുള്ള പ്രാർത്ഥന. ഒന്നീ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം, ഈ ലോക വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതൊരു ഭക്തിയല്ല. ഇവിടെ ഈ അക്രൂരൻ എന്ത് ഭക്തിയാ? ഇങ്ങനെ ഒന്നും ഈ ലോക കാര്യങ്ങൾക്കുള്ള ഭക്തിയല്ല. ഭഗവാൻ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, ഭഗവാനോടുള്ള ഒരു പ്രേമം മാത്രമേ ഉള്ളൂ, അല്ല ഒന്നും ആവശ്യങ്ങളല്ല. അതാണ് ഭക്തി. ഇന്ന് അരമണിക്കൂർ 1 മണിക്കൂർ എത്രമാത്രം ആനന്ദിച്ചൊക്കെ നാമം ചൊല്ലിയാലും നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് പോരുമ്പം പിന്നെല്ലാം മറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ ഉടനെ പോകും. എന്ത് വയ്ക്കാനാ? നമ്മൾ ആ മനസ്സിൽ നിന്നെല്ലാം പോയിട്ട് ഓടും.
TV കാണാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയം ഇതങ്ങ് പാടെ ആ അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് എണീറ്റ് പോകുമ്പോൾ പിന്നെ ആ ഒരു ചിന്തയെ ഉള്ളിലില്ല. ആ മനസ്സോട് തന്നെ നമ്മളെല്ലാം ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, TV കാണാം. പക്ഷേ അന്നേരം എന്താണ്, ഈ ഉള്ളിൽ നിന്ന് നമ്മൾ അനുഭവിച്ച ആ ആനന്ദം, ഭഗവാനോട് പ്രാർത്ഥിച്ച ആ ഒരു ഈശ്വരനോടുള്ള സ്നേഹവും ഭക്തിയും ആ ഉള്ളിൽ ഇരിക്കണം. എന്ത് ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതങ്ങനെ പാടേ അങ്ങ് പോകും. മൊത്തവും പ്രാർത്ഥിച്ചതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ അങ്ങ് പോയാൽ പിന്നെ ഉണ്ടോ? പിന്നെ പ്രയത്നിച്ചിട്ട് എന്താ കാര്യം? അതൊരു ഫലവത്താക്കണ്ടേ? ഫലവത്താക്കണേ നമ്മുടെ ഉള്ളത്തിൽ അതെല്ലാം ഇരിക്കണ്ടേ? ഇത് ഇങ്ങനെയുള്ള ഭക്തി യഥാർത്ഥമല്ല. നമുക്ക് ആവേശം വേണം. എന്തും നമുക്ക് ഈ ലോകകാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യുകയും എടുക്കുകയും കാണുകയൊക്കെ ചെയ്യാം. അപ്പോഴെല്ലാം നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ ഒരു രസം, എന്തെങ്കിലും നമ്മൾ തമാശ കണ്ട് ചിരിച്ചാലും അപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ ആ ഭഗവാൻ ഇരിക്കണം. അത് അവിടെ നിന്ന് ഇറങ്ങി പോകരുത്. ആ ചിരിയിലും വേണം, നമ്മുടെ ഉള്ളത്തിൽ പരമാത്മാവ് വേണം. എന്തും ചെയ്യാം, ചിരിക്കാം, കളിക്കാം, രസിക്കാം, തമാശ പറയാമൊക്കെ ചെയ്യാം. അപ്പോഴെല്ലാം ഹൃദയത്തിൽ ആ ഭഗവാൻ വിട്ടു പോകാതിരുന്നാൽ മാത്രം മതി. അവിടെ ഒരറ്റത്ത് ഈശ്വരനെ ഇരുത്തിക്കോണം. എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഭഗവാൻ അവിടെ ഉണ്ട്. ആ ഒരു രീതിയിലേ നമുക്ക് എന്തും ആകാവൂ. മതി മറന്ന് ഉല്ലസിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഭഗവാനെ വിട്ട് കളഞ്ഞ് മതി മറന്നു പോകും. ഇന്ന് നമുക്ക് ഒരു ഭക്തൻ മതി മറക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ ലോക കാര്യങ്ങൾ മതി മറക്കും. ഭഗവാനുള്ള ചിന്ത വരുമ്പോൾ, ഇപ്പോൾ ഭാഗവതമോ ഭഗവത്ഗീതയോ എന്തെടുത്ത് നമ്മൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ നാമം ചൊല്ലുമ്പോഴോ നമ്മൾ ഈ ലോക കാര്യങ്ങൾ മതി മറന്നു പോകും. അതാണ് യഥാർത്ഥ ഭക്തൻ. ഇന്ന് ജനങ്ങൾ എങ്ങനെയാ, മറ്റ് സാധാരണക്കാരെങ്ങനെയാ? പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമുക്ക് മറ്റുള്ള ചിന്തകളാണ് ഉള്ളിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും മതി മറക്കുന്നുണ്ടോ? പുറത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചിന്തയിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? യഥാർത്ഥ ഭക്തനല്ല എന്നാണ്. നമ്മൾ യഥാർത്ഥ ഒരു ഭക്തനാണെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ വായിച്ച് നോക്കാനും ഈ ഭാഗവതമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ ഏകാഗ്രത ഉണ്ടോ? അതിൽ നിന്ന് നമ്മൾ ഗൽഗതം കൊള്ളുന്നുണ്ടോ? നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ, കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ടോ? ഭഗവാനോട് പ്രേമം കൂടുന്നുണ്ടോ? ഭക്തി കൂടുന്നുണ്ടോ? മറ്റെല്ലാം മറക്കുന്നുണ്ടോ? ഗോപസ്ത്രീകൾ ഭഗവാന്റെ ഓടക്കുള്ളിൽ വിളി കേട്ടപ്പോൾ സർവ്വതം മതിമറന്നാ ഓടിയത്. അതുപോലെ നമ്മൾ അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ ഭക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഇനി അക്രൂര സ്തുതി നമുക്ക് വായിക്കാം. ഉത്തമം ഭാഗവതാഢ്യം സ്തുതിക്കയും ഭക്തിയോടങ്ങവർ ചൂടുറ്റു നിന്നിതം ഉത്തമം നാരായണം ഭജിക്കുന്നതും ചിത്തത്തിലിങ്ങനെ കണ്ടൊരക്രൂരനും ഭക്തിയോട് ഉത്തമ പുരുഷം വാഴ്ത്തിനാൻ. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു നിർത്തിയത്. ഇങ്ങനെ ഭഗവാന് തന്നെ ഈ പറഞ്ഞവരത്രയും ഭഗവാനെ പ്രാർത്ഥിച്ച് നിൽക്കുന്നു. അപ്പോൾ ഭഗവാനോട് ചിത്തത്തിൽ അക്രൂരൻ ഇതെല്ലാം കണ്ടു. വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്നപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെ ഭക്തിയോട് ഇദ്ദേഹവും വാഴ്ത്തി സ്തുതിക്കുന്നത് എങ്ങനെയാ? സർവൈക കാരണം നാരായണമാദ്യം അവ്യയ പുരുഷം നിത്യം നമാമ്യഹം. ആദിപുരുഷനാം നിന്നാഭിപങ്കജേ ജാതനായിടിന വേധാവും ഈശനും ആകാശവായു വന്നി അമ്പു പൃഥിവിയും ലോകസ്വരൂപനാകും വിരാട്ടായതും മാനസ ആദിയാം ഇന്ദ്രിയാദ്യങ്ങളും വാനവരും മനുഷ്യ അസുരവർഗവും കാനന വൃക്ഷഗിരി പക്ഷിവർഗവും നാനാചരാചര ഭൂതങ്ങളൊക്കെയും ആദിപുരുഷനാകും തവാംശങ്ങളാം ആദിമധ്യാന്തമില്ലാതെ നീ എന്നിയേ സർവവും വേറെ ഇല്ലെന്ന് വരികയാൽ സർവാത്മകനെന്ന് ചൊല്ലുന്നു വേദവും. അപ്പം ഇവിടെ ആദിയും മധ്യവും അന്ത്യവുമില്ലാത്ത നീ ഭഗവാൻ പരമാത്മാവ് സർവവും വേറെയില്ല എന്ന് വരികൽ ഈ ലോകത്ത് കാണുന്ന വിരാട് പുരുഷൻ, അതായത് ഈ ലോകം മൊത്തവും വിരാട്ടാണ്. വിരാട്ട് എന്ന് വെച്ചാൽ ഇത് ഈ 14 ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ, നക്ഷത്രമായാലും സൂര്യനായാലും ഇവിടെ ഏതെല്ലാം വസ്തുക്കൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം ഭഗവാന്റെ ആ വിരാട് രൂപത്തിലാണ്. അതുകൊണ്ട് സർവ്വതും ഈശ്വരനാണെന്ന് പറയും. നമ്മളെല്ലാവരും അതിലുള്ളതാണ്. അതുകൊണ്ട് അത് സർവ്വയ കാരണം നാരായണം ആദ്യം. അപ്പോൾ ആദിപുരുഷനായ ഭഗവാനെ അവ്യയൻ, അങ്ങനെയുള്ള ഭഗവാനെ നമാമ്യഹം. അങ്ങനെയുള്ള ഭഗവാൻ എവിടെ? ആദിപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ വേധാവ് ബ്രഹ്മാവ്, ഈശനും
ബ്രഹ്മാവും ഈശൻ ശിവനും. ആകാശം, വായു, വന്നി, അഗ്നി, അമ്പു, വെള്ളം, പൃഥ്വി, ഭൂമി, ലോകസ്വരൂപനാകും ആരാ? വിരാട്ട്. ഈ ലോകത്തിൽ മൊത്തം ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന വിരാട്ടാണ്. അതാണ് ഈ പരമാത്മാവ്. അങ്ങനെ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന സ്വരൂപനായിരിക്കുന്ന വിരാട്ടായുധം. മാനസമാദിയായ ഇന്ദ്രിയാദ്യങ്ങൾ, നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും, വാനവര്, സ്വർഗത്തുള്ളവരും, മനുഷ്യ അസുരവർഗവും, മനുഷ്യനും അസുരന്മാരും, കാനനം, വനം, വൃക്ഷം, ഗിരി, പർവ്വതം, പക്ഷി വർഗവും, നാനാചര അചരഭൂതങ്ങളൊക്കെയും ആദ്യ പുരുഷനാകും തവാംശങ്ങൾ. ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഇതൊക്കെ തന്നെയല്ലേ നമ്മളെന്നും പറയുന്നത്? എല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. ഈ കണ്ട ചരാചര ഭൂതങ്ങളൊക്കെയും ആദ്യ പുരുഷനാകുന്ന ഭഗവാൻ നാരായണനാകുന്ന ഭഗവാന്റെ ആ ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പം നമ്മളതിലുള്ളതല്ലേ? ആദിമധ്യാന്തമില്ലാതെ നീ എന്നിയേ സർവവും വേറെ ഇല്ലെന്ന് വരികയാൽ വേറെ ഒന്നുമല്ല ഭഗവാനല്ലാതെ മറ്റൊന്നും തന്നെ. അതാണ് നമ്മൾ നോക്കുന്നതും കാണുന്നതെല്ലാം നാം തന്നെയാണ്. ഞാൻ വെച്ചാൽ എന്നില്ല, ഞാൻ തന്നെയാണ് സർവത്തിലും. ഇതൊക്കെ അറിഞ്ഞിട്ടുള്ളവരാണ് നമുക്ക് ഇത് മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഇത് മനസ്സിലാക്കി നമ്മളങ്ങനെ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് അത് ശരിയാണ്, ഇത് സത്യമായ കാര്യമാണല്ലോ. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിതൊക്കെ പറയുന്നതെല്ലാം ശരിയാണെന്ന്. അപ്പോൾ ഇത് മനസ്സിലാകാതെ വായിക്കുന്നുകൊണ്ടാണ് എന്താ ഏതെന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ ഇത് മനസ്സിലാക്കി നമുക്ക് വായിക്കുമ്പോൾ നമ്മളെല്ലാം ഈ ഭൂമിയിലുള്ള ഒരു പുൽക്കൊടി തൊട്ട് ബ്രഹ്മാവ് വരെ എന്താ ഇവിടെ ഉള്ളത്? ഇതെല്ലാം ആ ഭഗവാന്റെ അംശങ്ങളാണ്, അല്ലാതെ ഒന്നും വേറെ ഇല്ല. സർവവും വേറെയില്ല എന്ന് വരികയാൽ അതുകൊണ്ട് സർവാത്മകനെന്ന് ചൊല്ലുന്നു വേദവും. സർവവും, അതായത് നമ്മളെല്ലാവരും സർവാത്മകനാണ്. എല്ലാം പരമാത്മാവാണ് നമ്മുടെ ഉള്ളത്തിൽ. ആത്മാവ് സർവാത്മകൻ, സർവത്തിൻ്റെ ആത്മകനാണ് സർവത്തിലും എന്ന് വേദവും പറയുന്നു. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ബ്രഹ്മമാകും ഭവാൻ തന്നെ എന്നാകിലും ബ്രഹ്മമാകും തവമായ ഗുണങ്ങളാൽ ബ്രഹ്മാണ്ട സൃഷ്ടിസ്ഥിതി ലയ കർത്തൃത്വ ബന്ധരായി ദ്വൈത സങ്കല്പ ഭ്രമങ്ങളാൽ അന്ധരായി നിന്നെ അറിയുന്നതില്ലേതും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സർവ ആത്മകനെന്ന് സർവ ജീവജാലങ്ങളിലും പരമാത്മാവണെന്ന് നമ്മൾ പറയുന്നു വേദം. എന്നാലും ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും, അതാ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാര് ബ്രഹ്മമാകും ഭവാൻ തന്നെ എന്നാകിലും ഇവർ മൂന്ന് പേരും പരമാത്മാവാണെങ്കിലും ബ്രഹ്മമാകും തവ മായാ ഗുണങ്ങളാൽ ആ ബ്രഹ്മത്തിൻ്റെ മായ കൊണ്ട്, ത്രിഗുണങ്ങൾ കൊണ്ട് എന്ത് വരുന്നു? ബ്രഹ്മാണ്ട സൃഷ്ടിസ്ഥിതി ലയ കർത്തൃത്വ ബദ്ധരായി ദ്വൈത സങ്കല്പ ഭ്രമങ്ങളാൽ അന്ധരായി നിന്നെ അറിയുന്നതില്ല ഏതും. ആരാണ്? അജ്ഞാനികൾ. അറിയുന്നില്ല. എങ്ങനെ? ഇതുപോലെ ഈ പറയുന്നത് പോലെ അറിയുന്നില്ല. ഈ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ബ്രഹ്മമാകുന്ന പരമാത്മാവിൻ്റെ ആ ഭവാൻ തന്നെ ആണെന്നാകിലും ഈ ബ്രഹ്മത്തിൻ്റെ തന്നെ മായാഗുണങ്ങളാണല്ലോ ഇവിടെ. പരമാത്മാവിൻ്റെ തന്നെ മായയാണല്ലോ ഈ പ്രപഞ്ചം. അതിൽ ഗുണങ്ങളുണ്ട്, ത്രിഗുണങ്ങളുണ്ട്. രജസ്, തമസ്, സാത്വികം. ഇതുകൊണ്ട് എന്ത് വരുന്നു? ബ്രഹ്മാണ്ട സൃഷ്ടിസ്ഥിതി ലയ കർത്തൃത്വം. ഇവിടെ ഈ ബ്രഹ്മാണ്ടത്തിൽ എല്ലാ സൃഷ്ടിയിലും മൂന്ന് ലയങ്ങളോടെയാണ് വരുന്നത് ഈ ഗുണങ്ങൾ. അതുകൊണ്ട് ഇവിടെ അതിൽ ബദ്ധരായി, ഇപ്പം സത്വത്തിലും രജസ്സിലും തമസിലും ബദ്ധരായി ജനിക്കുന്ന പലരും പല സ്വഭാവക്കാരായതുകൊണ്ട് എന്ത് വന്നു? ദ്വൈത സങ്കല്പ ഭ്രമങ്ങളാൽ, ദ്വൈതം രണ്ടെന്നുള്ള സങ്കല്പം കൊണ്ട് ഭ്രമിക്കുന്നു, അറിവില്ലായ്മ കൊണ്ട്. യഥാർത്ഥ ജ്ഞാനികളല്ലാത്തത് കൊണ്ട് ഇന്ന് ആരോടത് പറഞ്ഞാൽ ആർക്കും എല്ലാവരും എന്താ പറയുക? ഞാൻ ഇന്ന് ശിവക്ഷേത്രത്തിൽ പോവുക, എനിക്ക് ശിവനെ മതി. മറ്റൊരുത്തർ പറയാം, ഞാനിന്ന് മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലാണ് പോകുന്നത്, അവിടെ വിഷ്ണുവാണ്, എനിക്ക് അതാ ഇഷ്ടം. അല്ലെങ്കിൽ മറ്റൊരുത്തർ പറയും, ഞാനിന്ന് ദേവീക്ഷേത്രത്തിലാണ് പോകുന്നത്, അവിടെ എനിക്കിഷ്ടം. എന്താ കാരണം? അജ്ഞാനം, അറിവില്ലായ്മ. അതാണ് ബ്രഹ്മമാകും തവ മായാ ഗുണങ്ങൾ. ഭഗവാന്റെ തന്നെ മായാ ഗുണങ്ങൾ കൊണ്ട്, ത്രിഗുണങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും അന്ധരായി പോകുന്നു. അറിവുള്ളവരും അറിവില്ലാത്തവരും, സാത്വിക ഗുണമുള്ളവർക്ക് അറിവുണ്ടാവും. അവർക്ക് ഇത് എല്ലാം ഏകമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതേസമയം തമോ ഗുണമുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവും? രജോ ഗുണക്കാർക്കും മനസ്സിലാവത്തില്ല. പിന്നെയാണോ തമോ ഗുണം. രജോ ഗുണം എന്താണ് മനസ്സിലാവാത്തത്? കിട്ടുന്നത് പോരാ, ഏത് അമ്പലത്തിൽ പോയാലും ഇത്തിരി കൂടുതൽ കിട്ടുന്നത്. എന്നാൽ ഞാൻ ഇന്ന് ശബരിമലയിൽ പോവാം, അല്ലെങ്കിൽ എനിക്കിന്ന് മുരുകൻ കോവിലിൽ പോവാം, അവിടെ പോകുമ്പോൾ തോനെയും കിട്ടും. ഇങ്ങനെ പലതായിട്ട് ചിന്തിക്കുന്നു. ദ്വൈതം. എന്താ കാരണം? അറിവില്ലായ്മ, അന്ധത പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മമാകും ഭഗവാന്റെ തന്നെ മായാ ഗുണങ്ങളാൽ ബ്രഹ്മാണ്ട സൃഷ്ടിസ്ഥിതിയിലെ കർത്തൃത്വബദ്ധരായി ദ്വൈതം രണ്ട്, അദ്വൈതമല്ല ദ്വൈതം. അതുകൊണ്ട് അവരെന്ത് വരുന്നത്? രണ്ടെന്ന് സങ്കല്പിച്ചു.
അവിടെ ഒന്ന് വേറെ, ഞാനും നീയും രണ്ടെന്ന്, എല്ലാം ഞാനാണെന്ന് പറയുന്നതാണ് അദ്വൈതം. കാണാതെ മൊത്തവും ആ ഏകനായ പരമാത്മാവ് എന്നിലും നിന്നിലും എല്ലാം അതായപ്പോൾ കാണുന്നതെല്ലാം ആ ഞാനായവൻ തന്നെ. എന്നെ തന്നെയാണ് എല്ലാത്തിലും ഞാൻ കാണേണ്ടുന്നത്. അങ്ങനെ കാണുന്നതും ആരാണ്? യഥാർത്ഥ യോഗികൾ, ജ്ഞാനികൾ. അല്ലാത്തവർ ഞാനെന്ന നീ എന്നുള്ള ഭ്രമം കൊണ്ട് എന്ത് ചെയ്യും? അങ്ങനെയുള്ള മനസ്സായി പോകും. കാരണം എന്താ? അവിടെ വാസന അങ്ങനെ കിടക്കുന്നുണ്ടാണ്, അവിടെ ജനനം അങ്ങനെ ആയതുകൊണ്ടാണ്. 3 ഗുണങ്ങളോട് കൂടുമ്പോൾ ഏതെങ്കിലും അറിവില്ലാത്ത ഗുണം വന്നാൽ അവരെ അറിയാൻ തമോ ഗുണമുള്ളവർക്കൊന്നും ഒരു പിടിയും കിട്ടത്തില്ല, എന്താണെന്നവരും അറിയത്തേ ഇല്ല. അമ്പലത്തിൽ പോകത്തുപോലും ഇല്ല, അവർക്ക് യാതൊരു ഗുണവും ഇല്ല, അതിനെപ്പറ്റി യാതൊന്നും അറിയുമില്ല. അതുകൊണ്ട് ബദ്ധരായി ദ്വൈത സങ്കല്പം കൊണ്ട് ഭ്രമം, അവർക്ക് എന്താന്നുള്ള ഒരു ഉറപ്പില്ല. ചിലർ പറയും ഞാനെന്ന്, ചിലർക്ക് വലിയ പേടിയാണ്. പിന്നെന്താ പറയുക, ഹിന്ദുക്കൾക്ക് പള്ളിയുടെ മുമ്പ് ചെല്ലുമ്പോൾ അയ്യോ ഞാൻ അങ്ങോട്ട് നോക്കിയാൽ ഇനി വല്ല കുഴപ്പമുണ്ടോ, ക്രിസ്ത്യൻ പള്ളിയിൽ അങ്ങനെയൊക്കെ. കാരണം ഭ്രമം, അവർക്ക് അറിഞ്ഞുകൂടാ. അവിടെയും ഇവിടെയും എവിടെ നോക്കിയാലും ഞാനായവൻ തന്നെയാണെന്ന് ചിന്തിക്കുന്നവർ ജ്ഞാനിക്ക് എവിടെ കയറിയാലെന്താ, എവിടെ നോക്കിയാൽ എവിടെ തൊഴുതാലെന്താ, ഒരു പേടിയും വേണ്ട. അതേപോലെ രണ്ടെന്നുള്ളവർക്ക് ഭയമാണ്, ഞാൻ പള്ളിയിലെങ്ങും നോക്കത്തേ ഇല്ല, തൊഴുവത്തില്ല. കാരണം ഇനി അള്ളാഹുവിനെ നോക്കിപ്പോയാൽ പള്ളിയിൽ അള്ളാഹു അല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി കൃഷ്ണൻ്റെ അമ്പലത്തിൽ ചെന്നാൽ കൃഷ്ണൻ നമ്മളെ എന്തെങ്കിലും വിഷമം പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാതിരുന്നാലോ, ഇങ്ങനെയുള്ള ഭ്രമം, ഈ കുട്ടിക്കാലം പോലുള്ള ഭ്രമം. എന്താ കാരണം? ഇതിനെ തിരിച്ചറിവില്ലാതായി പോകുന്നു. എന്താ ഗുണം? വാസന. ഈ ത്രിഗുണങ്ങളിൽ വാസന കൊണ്ടാണല്ലോ നമ്മൾ ജനിക്കുന്നത് വീണ്ടും വീണ്ടും. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടും സംഭവിച്ചു പോണതാ, ആരെങ്കിലും കുറ്റമല്ല. അതുകൊണ്ട് ബദ്ധരായി ദ്വൈത സങ്കല്പ ഭ്രമങ്ങളാൽ അന്ധരായി, കണ്ണ് കാണാൻ വയ്യ, അറിവില്ലായ്മ. അന്ധരായി എന്ന് വെച്ചാൽ കണ്ണ് പൊട്ടക്കണം എന്നല്ല എൻ്റെ അർത്ഥം. അന്ധത വെച്ചാൽ ഇരുട്ട് കയറി കിടക്കുന്നു, വെളിച്ചമില്ലാത്തവർ. അറിവില്ലായ്മയ്ക്കാണ് അങ്ങനെ പറയുന്നത്. അന്ധരായി നിന്നെ അറിയുന്നതില്ലേതും, ആ പരബ്രഹ്മത്തെ അറിയുന്നില്ല. അവിടെയും ഇവിടെയും എവിടെയും നോക്കിയാലും ഇരിക്കുന്ന മണ്ണിലും വിണ്ണിലും, അതായത് തൂണിലും തുരുമ്പിലും അമ്പലത്തിലും പള്ളിയിലും ഏത് ചർച്ചിലും എവിടെ നോക്കിയാലും അവിടെല്ലാം പരബ്രഹ്മമാണെന്നുള്ള ചിന്ത അറിയാത്തത് കൊണ്ടാണ്, അന്ധത കൊണ്ട് അറിയുന്നില്ല. അതുകൊണ്ട് നിന്നെ അറിയുന്നതില്ലേതും. എന്തുകൊണ്ടാണ്? അന്ധരായി, വിവരമില്ല, അജ്ഞാനപ്പെട്ടു പോകുന്നു. കണ്ണ് കാണാൻ വയ്യെന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ഇരുള് കയറിപ്പോയി. വിവരം, നമുക്ക് അറിവ് വന്നെങ്കിലേ ഉള്ളിൽ പ്രകാശം വരൂ. ആ പ്രകാശം ഇല്ലാത്തത്തോളം കാലം നമ്മൾ ഇതേ പറയൂ, എവിടെ നോക്കിയാലും അവിടെ ഒന്ന് ഇവിടെ നിന്ന് മറ്റടുത്ത് വേറൊന്ന്, ഇങ്ങനെ ചിന്തിക്കും. അതാണ് അന്ധത, അറിവില്ലായ്മ. അതുകൊണ്ട് പരമാത്മാവായി നിന്നെ അറിയുന്നതില്ലേതിവിടെ അക്രൂരൻ പറയുക, ഇത് ഭഗവാനെ അങ്ങേ അറിയുന്നില്ല, അന്ധത കൊണ്ട് അവർക്ക് കാഴ്ചയില്ല, എല്ലായിടവും ഇരിക്കുന്ന ആ പരബ്രഹ്മം തന്നെയാണെന്ന് അറിവാനുള്ള കഴിവില്ല, അന്ധത കൊണ്ട്. അധ്യാത്മദൈവിക ഭൗതിക രൂപമായി ബുദ്ധി ഇന്ദ്രിയാദി സമസ്ത വിഷയമായി സൽഗുണനായി മഹാപൂരുഷനായി ഭവാൻ നിർഗുണനായി നിരാകാരനായി ശാന്തനായി നിൽക്കുന്ന നിന്നെ മഹായോഗികളെല്ലാം ഉൾക്കമലേ യജിക്കുന്നത് അദ്വൈതത്താൽ. അപ്പോൾ അദ്വൈതത്താൽ ആര്? യോഗികൾ, മഹായോഗികൾ. ദ്വൈതമല്ല. ഈ ചിത്തത്തിൽ മനസ്സിൽ ഭ്രമമുള്ളതെല്ലാം രണ്ടെന്ന് കാണുന്നവരാണ്. ഇന്ന് ലോകത്ത് എത്രയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും എവിടെ നിന്ന് മനസ്സിൽ കയറത്തില്ല. എല്ലായിടവും ഇരിക്കുന്ന പരബ്രഹ്മമൂർത്തി ഒരേ ഒരു പരമാത്മാവേ ഉള്ളൂ. ഏത് രൂപത്തിലോ ഏത് നാമത്തിലോ ഏത് മതത്തിലോ എവിടെയല്ല. അതാണ് ഗുരുദേവൻ പറയുന്നത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നത്. സർവർക്ക് ഒരു ദൈവമേ ഉള്ളൂ. അതുകൊണ്ടാണ് അറിവുള്ള മഹാത്മാക്കൾ അത് പറയുന്നത്. പക്ഷേ എത്ര പറഞ്ഞു കൊടുത്താലും ജനങ്ങളുടെ ഉള്ളിലോട്ട് കയറത്തില്ല. അതുപോലെ ഇവിടെ എന്താ? അധ്യാത്മ ദൈവിക ഭൗതിക രൂപമായി. ഭൗതികം ഈ ലോകം, അപ്പം ദൈവികം ആത്മീകം. അങ്ങനെ ബുദ്ധി ഇന്ദ്രിയാദി, നമ്മുടെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും സമസ്ത വിഷയമായി സൽഗുണനായി മഹാപൂരുഷനായി ഭവാൻ, അങ്ങനെയുള്ള പരമാത്മാവ് നിർഗുണനും നിരാകാരനും ശാന്തനും അങ്ങനെ നിൽക്കുന്ന നിന്നെ ആ നിർഗുണനായ, കാരണം ഈ ത്രിഗുണങ്ങളില്ല, ത്രിഗുണങ്ങൾ മഹാമായായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലേ ഉള്ളൂ. ഭഗവാന്റെ തന്നെ മായയ്ക്ക് മാത്രമാണ് പറഞ്ഞേക്കുന്ന ഗുണങ്ങൾ കൊടുത്തേക്കുന്നത്. കാരണം ഇവിടെയാണ് നമ്മൾ ജനിക്കുന്നത്, ഭൂമിയിൽ. അവിടെ പഞ്ചഭൂത സൃഷ്ടിതമായ നമ്മളെ ദേഹം എടുത്ത് നമ്മൾ ഈ ഗുണങ്ങളോടുകൂടിയാണ് ഇവിടെ ഓരോരുത്തരും ജനിക്കുന്നത്. അത് ഭൂമിയിൽ നമുക്ക് മതി. മഹാമായായിരിക്കുന്ന ഈ അതായത് എപ്പോഴും ജനിച്ചും മരിച്ചും
ശാശ്വതമല്ലാത്തത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മൂന്ന് ഗുണങ്ങളോടുകൂടി പഞ്ചഭൂതമായ നിർമ്മിതമായ നമ്മുടെ ദേഹം, ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് നമുക്ക് ദേഹം ഉണ്ടായത്. അതുകൊണ്ട് ഇവിടെയാണ് ഗുണങ്ങളുള്ളത്. ഭഗവാൻ പരമാത്മാവായ പരബ്രഹ്മത്തിന് ത്രിഗുണങ്ങളില്ല. സാത്വിക, രാജസ അങ്ങനെയില്ല, അതൊക്കെ മേലെയാണ്. അതുകൊണ്ടാണ് നിർഗുണൻ എന്ന് പറയുന്നത്, ഗുണമില്ലാത്തത്. നിർഗുണൻ അങ്ങനെയുള്ള ഭഗവാൻ പരബ്രഹ്മമൂർത്തി നിർഗുണനും നിരാകാരനും ആകാരമില്ലാത്ത ശരീരമില്ലാത്ത അവ്യക്തനായ ഭഗവാൻ ശാന്തനായും നിൽക്കുന്ന നിന്നെ, അങ്ങനെയുള്ള ഭഗവാനെ പരബ്രഹ്മത്തെ മഹായോഗികളെല്ലാം എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ഉൾക്കമലെ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ ആണ് ഇങ്ങനെ പരബ്രഹ്മത്തെ ആരാധിക്കുന്നത്. ഉൾക്കമലെ യജിക്കുന്നത് അദ്വൈതത്താൽ. അദ്വൈതം ഏകമാണെന്ന് കരുതുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണോ? ഇതെന്താ എന്ന് ജനങ്ങളെല്ലാം ചെയ്യുന്നത് എന്താ? ഓരോ ആഴ്ചയിലും ഓരോ അമ്പലത്തിലും മാറി മാറി അവിടെ പോയാൽ കൂടുതൽ കിട്ടും, ഇവിടെ പോയാൽ കുറച്ചേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരിക്കലും അവർക്ക് കരകയറാൻ പറ്റുന്നില്ല. അതിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നില്ല. എപ്പോഴും മരണം വരെയും ഇങ്ങനെ അവരുടെ ഉള്ളത്തിൽ അറിയാവൂ. പക്ഷേ ഏകമായിരിക്കുന്ന ഈശ്വരൻ, അദ്വൈതമായിരിക്കുന്ന ഭഗവാൻ പരമാത്മാവ് ഈ യോഗികൾ, മഹായോഗികൾ ഉൾക്കമലത്തിൽ ഹൃദയത്തിൽ വച്ച് ആരാധിക്കുന്നു, യജിക്കുന്നു അദ്വൈതത്താൽ. ആ ഏകത്തിനെ, ഒന്നേ ഉള്ളൂ. വൈദികന്മാരായ ഭൂസുര ശ്രേഷ്ഠന്മാർ വേദാത്മകനാം ഭവാന് ബഹുവിധം ഭേദരൂപാഖ്യ ഭേദന യജിക്കുന്നു. ഈ ഭൂസുര ശ്രേഷ്ഠന്മാർ, ഭൂമിയിലെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വേദാത്മകനാം ഭവാന് ബഹുവിധം പല വിധത്തിൽ വേദരൂപാഖ്യ ഭേദേന യജിക്കുന്നു. കേവലനാകിയ നിന്നെ വഴിപോലെ. കാരണം ഇവിടെ അമ്പലം വെച്ച് പല രീതിയിലും ബഹുവിധം ഒരുപാട് അമ്പലത്തിൽ ഓരോ വിഗ്രഹങ്ങളാണല്ലോ, ദേവി ദേവന്മാർ ഇങ്ങനെ പല അങ്ങനെ യജിക്കുന്നു, വഴിപോലെ ചെയ്യുന്നു. ഒട്ടൊഴിയാതുള്ള കർമ്മങ്ങളൊക്കെയും പെട്ടെന്നു നിങ്കൽ ഉപേക്ഷിച്ചു നിത്യവും ജ്ഞാനസ്വരൂപനായിടും ഭവൽപദേ. ജ്ഞാനയജ്ഞം യജിക്കുന്നു വിജ്ഞാനികൾ. അറിവുള്ള വിജ്ഞാനികൾ എന്ത് ചെയ്യുന്നു? ഒട്ടൊഴിയാതുള്ള കർമ്മങ്ങളൊക്കെയും, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കർമ്മങ്ങൾ, എന്തോ കർമ്മമോ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? വിജ്ഞാനികൾ നിങ്കൽ ഉപേക്ഷിച്ചു. നമുക്ക് നമ്മുടെ ഒരു ഗൃഹസ്ഥാശ്രമിയായ ഒരു ഭർത്താവിനോ ഒരു ഭാര്യയ്ക്കോ ഒരു ഒരു ഗൃഹനാഥനോ ഒരു ഗൃഹനാഥയ്ക്കോ എന്തൊക്കെ കർമ്മങ്ങളാണ് ഇവിടെ ഉള്ളത്? കുഞ്ഞുങ്ങളെ വളർത്തുന്നതായാലും ആഹാരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വരുന്നതായാലും എന്ത് ഉദ്യോഗമായാലും എന്തോ ആയിക്കോട്ടെ, അതെല്ലാം പെട്ടെന്ന് തന്നെ ഭഗവാൻ കലങ്ങ് ഉപേക്ഷിച്ചെന്നെന്താ? അവിടെ അർപ്പിച്ചു. ഉപേക്ഷിച്ചത് കളഞ്ഞെന്നല്ല, നമ്മൾ ചെയ്യുവനെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു ചെയ്യുന്നു നിത്യവും. എന്നിട്ട് ജ്ഞാനസ്വരൂപനായിരുന്ന ഭഗവാന്റെ പാദത്തിൽ ജ്ഞാനയജ്ഞം യജിക്കുന്നു വിജ്ഞാനികൾ. ഭഗവാന്റെ പാദത്തിൽ സർവകർമ്മവും അർപ്പിച്ച് ചെയ്യുന്നു. ആരാ? വിജ്ഞാനികൾ, അറിവുള്ള ജ്ഞാനികൾ അങ്ങനെ ചെയ്യുന്നു. ജ്ഞാനസ്വരൂപനായിരുന്ന ഭഗവാന്റെ പാദത്തിൽ എല്ലാ കർമ്മവും. ഞാനിപ്പോൾ അതിന് ഉദാഹരണം, നമ്മളിപ്പോൾ ഈ ഭാഗവതം വായിക്കുന്നതും ഈ ഭക്തമക്കളും എല്ലാം ഞാൻ എപ്പോഴും ഭഗവാനിൽ അർപ്പിക്കുന്നു പറയുന്നതാ. ഈ ഭാഗവതം നമ്മളിത് നമ്മുടെ ശരീരം കൊണ്ടിങ്ങനെ ചെയ്യുന്നെങ്കിലും ഇത് പരമാത്മാവാണ് ചെയ്യുന്നത്, ഭഗവാനിൽ അർപ്പിച്ചാണ് ചെയ്യുന്നത്. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു, ഭഗവാൻ കാത്തുകൊള്ളണം. അതാണ് നമ്മളെല്ലാം ഭഗവാനിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം അവിടേക്ക് അർപ്പിക്കുന്നു. നമ്മൾ ഒന്നുമില്ല, നമ്മൾ ഉപേക്ഷിച്ചു. നമ്മുടെ സ്വത്തോ വകയോ ഒന്നും നമ്മുടേതായിട്ടില്ല. എല്ലാം ഭഗവാൻ നോക്കിക്കണ്ട് നമ്മളെ കൂടെ നേരായ വഴിയിലേക്ക് നടത്തി പോകേണ്ട കടമ ഒരു പിതാവെന്ന നിലയിലും ഒരു മക്കളെന്ന നിലയിൽ നമ്മൾ മക്കളും ഭഗവാൻ പിതാവുമായിട്ട് നമ്മൾ സങ്കല്പിച്ച് സർവ്വതും അങ്ങ് ഏൽപ്പിക്കൂ. അതാണ് എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. സർവ്വതും അവിടേക്ക് അർപ്പിച്ചു. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു നിത്യവും ദിവസേന ജ്ഞാനസ്വരൂപനായിരുന്ന ഭഗവാന്റെ പാദത്തിൽ ഭവൽപദേ ജ്ഞാനയജ്ഞം അറിവാകുന്ന ആ യജ്ഞം യജിക്കുന്നു വിജ്ഞാനികൾ. അതാണ് യജ്ഞം. നമ്മൾ ദിവസം ഇത്രയും ചെയ്താൽ മതി. സർവ്വതും ഭഗവാനിൽ അർപ്പിച്ചു എല്ലാം ഈശ്വരാർപ്പണമായി ഫല അപേക്ഷ കൂടാതെ ഭഗവാൻ തന്നെ എല്ലാം നിത്യവും ചെയ്ത് അതുപോലൊരു യജ്ഞം വേറെ ഒന്നും തന്നെയില്ല. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാനെ നിരന്തരമായി ഇങ്ങനെ ആലപിക്കുക, ആരാധിക്കുക. ഇതൊക്കെ തന്നെയാണ് വലിയ യജ്ഞം. അന്യരായുള്ള ദ്വൈതാത്മാക്കൾ ഏകനാം നിന്നെ യജിക്കുന്നത് ഓരോരോ മൂർത്തിയായി. എന്നാൽ അന്യരായുള്ള വിജ്ഞാനികൾ ഇങ്ങനെ ചെയ്യുന്നു. അറിവുള്ള ജ്ഞാനികൾ എല്ലാം ഭഗവാനിൽ ഉപേക്ഷിക്കുന്നു. എല്ലാം നമ്മളിൽ നിന്ന് മറ്റ് ഭഗവാന്റെ പാദത്തിലേക്ക് എല്ലാം അർപ്പിക്കുന്നു, ഉപേക്ഷിക്കുന്നു. എന്നാൽ അന്യരായുള്ള അല്ലാത്ത സാധാരണക്കാർ എന്ത് ചെയ്യുന്നു? ദ്വൈതാത്മാക്കൾ, അതായത് രണ്ടെന്നുള്ളവർ,
അദ്വൈതമാണ് വിജ്ഞാനികൾ കാട്ടിയത്. എല്ലാം അദ്വൈതനായ ഭഗവാനിൽ സമർപ്പിക്കും. ഇവിടെ അന്യരായുള്ള ഇത് അറിവില്ലാത്ത മറ്റ് സാധാരണക്കാർ ദ്വൈതാത്മാക്കൾ ഏകനാം നിന്നെ, ഏകനായിരിക്കുന്ന ഭഗവാനെ രണ്ടെന്നത് ദ്വൈതാത്മാക്കൾ ഞാനെന്നും നീയെന്നും തരംതിരിക്കുന്ന സാധാരണക്കാർക്ക് അറിവില്ലാത്തവർ ഭഗവാൻ ഏകനായ ഈശ്വരനെ നിന്നെ യജിക്കുന്നത് ഓരോരോ മൂർത്തിയായി. പരമാത്മാവിനെ പല പല പേരും നാമവും കൊടുത്ത് രൂപം, അതായത് ഓരോരോ അമ്പലങ്ങളോ ഒക്കെ വെച്ച് പൂജിക്കുന്നില്ലേ അത്. ഇപ്പം സുബ്രഹ്മണ്യനെന്നും മുരുകനെന്നും ഇങ്ങനെ അല്ല, സുബ്രഹ്മണ്യനും മുരുകനും ഒന്നാ, അങ്ങനെ കൃഷ്ണൻ, മഹാവിഷ്ണു, പിന്നെ പരമേശ്വരൻ, ഇങ്ങനെ ഓരോരോ നാമങ്ങൾ വെച്ച് ഓരോരോ മൂർത്തിയായി ഓരോരോ സങ്കല്പങ്ങൾ ദേവി ദേവൻ എന്നൊക്കെ എന്താ അവരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോ കാവിൽ തന്നെ ഓരോ മൂർത്തികളെ വെച്ച് ആരാധിക്കുന്നില്ലേ. അങ്ങനെ അതെന്താ ദ്വൈതാത്മാക്കളാണ്. രണ്ടെന്നുള്ളവർ അവർക്ക് അറിഞ്ഞുകൂടാ. അവർ കേൾക്കുന്ന ഈശ്വരൻ എനിക്കൊരു ദൈവം നിനക്കൊരു ദൈവം, ഇങ്ങനെ ഓരോരോ ദൈവങ്ങളുണ്ടെന്നേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എല്ലാ രൂപവും നാമഭേദങ്ങളും എല്ലാം ഒരേ ഒരു ഭഗവാന്റെ ആണെന്ന് അറിവില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഓരോരോ മൂർത്തിയായി സർവത്തിനും ഭവാൻ മൂലമെന്നാകയാൽ സർവയജന സേവാർത്ഥങ്ങളൊക്കെയും സർവസ്വരൂപനാം നിങ്കൽ വന്നെത്തിടും. അങ്ങനെയാണെങ്കിലും ദ്വൈതാത്മാക്കൾ ഏകനാം നിന്നെ ഇങ്ങനെ ഓരോരോ മൂർത്തിയായി വച്ച് യജിക്കുന്നു എങ്കിലും ഇതെല്ലാം കാരണക്കാരനാരാ? ഭവാൻ തന്നെയാണ്. ഭവാൻ മൂലമെന്നാകയാൽ ഈ കാണിക്കുന്ന ഏത് മൂർത്തിയൊക്കെ ആയാലും എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെച്ച് പൂജിച്ചാലും ഇതിനെല്ലാം കാരണമാകുന്ന മൂലം ഭഗവാൻ ആയതുകൊണ്ട് സർവ യജന സേവാർത്ഥങ്ങളൊക്കെ ആര് എങ്ങനെയെല്ലാം സേവിച്ച് വെച്ചാലും അതിനെല്ലാം ഫലം സർവസ്വരൂപനാം നിങ്ങൾ തന്നെ വന്നെത്തിയിടും. ഈ പരമാത്മാവിൽ തന്നെ വന്നു ചേരും. ഏത് മൂർത്തിയോ എന്തൊക്കെയോ വെച്ച് പൂജിച്ചോട്ടെ, പക്ഷേ അതിൻ്റെ എല്ലാം ചുവട് ആകയാൽ ഈ പരബ്രഹ്മമൂർത്തി ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഈ പ്രാർത്ഥനകളെല്ലാം എവിടെ ചെന്നെത്തും? ഭഗവാൻ പരമാത്മാവിൽ തന്നെ ചെന്നെത്തിക്കൊള്ളും. എത്ര മൂർത്തിമാരെ എവിടെയൊക്കെ വെച്ച് ആരാധിച്ചാലും ദ്വൈതം അങ്ങനെ ആണെങ്കിലും അവർക്കുള്ള അറിവില്ലായ്മ കൊണ്ടാണല്ലോ അങ്ങനെ സങ്കല്പിക്കുന്നത്. എന്നാലും ആ ഏകനായ ഭഗവാനിൽ തന്നെ ചെന്ന് ചേരും. എങ്ങനെയെന്നാൽ പർവ്വതേ നിന്നൊഴുകിയിടും ജലമെല്ലാം ഓരോ നദികൾ മാർഗത്തൂടെ ചെന്നിട്ട് വാരാനിധിയോട് കൂടുന്നത് പോലെ. അതായത് പർവ്വതേ, വലിയ പർവ്വതത്തിൻ്റെ മണ്ടയിൽ വീഴുന്ന വെള്ളം എങ്ങോട്ടാണ് ഒഴുകുന്നത്? താഴേക്ക്. അപ്പോൾ പർവ്വതേ നിന്നൊഴുകിയിടുന്ന ജലം, വെള്ളമെല്ലാം ഇപ്പം തന്നെ എത്രയോ ഭയങ്കര മഴയാണ്. ഏത് കുന്നിലും മലയിലെല്ലാം വെള്ളം, മഴയുടെ വെള്ളം എങ്ങും പോകത്തില്ല, ഒഴുകി താഴേക്ക് വന്നിട്ട് തോട്ടിയിൽ നിന്ന് പല പല വഴിയിൽ കൂടെ നദിയിൽ നിന്ന് കായലിൽ കൂടെയോ എങ്ങനെയായാലും അത് എവിടെ ചെല്ലും? വാരാനിധിയിൽ ചെല്ലും, സമുദ്രത്തിൽ. അത് സമുദ്രമാണ് ഇവിടെ ഉപമ പരമാത്മാവെന്ന് സങ്കല്പിക്കുക. അതുപോലെ അതാണ് ഓരോ പർവ്വതേ നിന്ന് ഒഴുകിടുന്ന ജലമെല്ലാം ഓരോ നദികൾ പല പല തോട്ടിലും ആറ്റിലും എവിടെല്ലാം ചെന്നെത്തി ആ മാർഗത്തൂടെ പല വഴിയിൽ കൂടെ ചെന്നിട്ട് വാരാനിധിയോട് കൂടുന്ന അതുപോലെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, എത്ര മൂർത്തികളെ എവിടെയൊക്കെ വെച്ച് പല തോടും ആറും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഓരോ മൂർത്തിയാണ് സങ്കല്പിക്കുക. ഇവിടെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെല്ലാം അവസാനം എവിടെ ചെന്നെത്തും? വാരാനിധിയിൽ, സമുദ്രത്തിൽ. അത് ഏകാത്മാവായ ഈശ്വരൻ്റെ അടുക്ക തന്നെ ചെന്നെത്തിക്കൊള്ളും. അതുകൊണ്ട് വഴി ഏതായാലും അതെല്ലാം ഒന്നിച്ചെന്ന് ചേരും സമുദ്രത്തിൽ, തോട്ടിലും ആറ്റിലും ഒക്കെ ഇറങ്ങി അത് ഒഴുകി അത് ചെല്ലേണ്ട സ്ഥലത്ത് ചെന്നെത്തിക്കൊള്ളും. അതുപോലെ ഈ ഓരോരോ മൂർത്തികളെ വെച്ച് ആരാധിച്ചാലും അതെല്ലാം ചെന്ന് അവിടെ ഭഗവാൻ തന്നെ എത്തും. അതുകൊണ്ട് നിത്യസ്വരൂപനാകും ഭവാൻ തന്നെ സത്വരജസ്തമസെന്ന നാമത്തോട് ദുസ്തരയാകും പ്രകൃതി ഗുണങ്ങളാൽ ചിത്തപരവശബദ്ധരായി നിത്യവും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായുള്ളവ വിഭ്രമിച്ചിടുന്നു പ്രാകൃതമാകയാൽ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നിത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ ഭഗവാൻ തന്നെ സത്വരജതമസ നാമത്തോട്, ഈ ഭഗവാന്റെ തന്നെയാണല്ലോ ഈ മായ. അപ്പോൾ നിത്യസ്വരൂപനാകും ഭവാൻ തന്നെ ഭഗവാന്റെ സത്വരജ തമസ് എന്ന നാമത്തോട് ദുസ്തരയാകും പ്രകൃതി ഗുണങ്ങൾ. അത് ആ പ്രകൃതി ഗുണങ്ങളാൽ ചിത്ത പരവശബദ്ധരായി, ഈ പ്രകൃതിയുടെ ഗുണം കൊണ്ടാണ്. അതായത് നമുക്ക് പലർക്കും പല രീതി സ്വഭാവ ഗുണങ്ങളാണല്ലോ. നേരത്തെ നാം പറഞ്ഞില്ലേ 3 ഗുണങ്ങളുണ്ട്. അതിൽ സാത്വികമായ ഗുണമുള്ളവർക്ക് ഇത്രയ്ക്കൊന്നും പാടില്ല. ഏകാത്മാവായ ഈശ്വരനെ അറിയാനുള്ള
ഒരു ഒരു എന്താ സാധ്യമുള്ളവർക്ക് ഏറി ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ അവർ എവിടെയെങ്കിലും പോയി എങ്ങനെയും ഭാഗവതം വായിച്ചോ മറ്റ് ഗുരുക്കന്മാർക്കെന്നോ ചെന്ന് അത് നേടിയെടുത്ത് കൊള്ളും. അതുകൊണ്ട് അവർ തിരിച്ചറിയും. അവർ അന്ധരായി കിടക്കത്തില്ല, അവർ മനസ്സിലാക്കും. എന്നാൽ അവിടെ രജോ ഗുണവും തമോ ഗുണമൊക്കെ ഉള്ളവരെന്തോ ദുസ്തരയാകും. പ്രകൃതി ഗുണം, ഈ പ്രകൃതിക്ക് ഈ 3 ഗുണങ്ങളുണ്ട്. അവർക്ക് ദുസ്തരം വെച്ചാൽ അവർക്ക് വലിയ പാടാണ് ഇതിനെ തിരിച്ചറിയാൻ. ഭഗവാൻ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും തിരിച്ചറിവ് ഉണ്ടാവത്തില്ല. എത്ര പറഞ്ഞെടുത്താലും അവർ വിചാരിക്കുന്നത് എന്താ, രണ്ടെന്നുള്ള ചിന്ത വരും. പല നാമങ്ങളിടുന്ന അങ്ങനെ ഈശ്വരന് പല രൂപവും പല നാമമൊക്കെ ആണെന്ന് ചിന്തിച്ചു പോണ്. ഇതെല്ലാം ഈശ്വരൻ്റെ നമ്മുടെ പേരും എല്ലാ പേരുകളും ഭഗവാന്റെ ഒരേ ഒരു നാമം, ഭഗവാന്റെ നാമങ്ങളാണ്, പേരുകളാണെന്ന് വിജ്ഞാനികൾ അറിയും, സാധ്യഗുണമുള്ളവരറിയും. അല്ലാത്തവർക്കൊക്കെ ദുസ്തരമാണ്, ഭയങ്കര പാടാണ്, വിഷമമാണ്. എന്തുകൊണ്ടാണ്? ഈ പ്രകൃതിയുടെ ഗുണം അങ്ങനെയാണ്. പ്രകൃതിയുടെ ഗുണം ത്രിഗുണങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഏറ്റക്കുറച്ചിലുണ്ട്. സാത്വികവും രാജസവും കൂടി കലർന്നാലും പാടാ. നല്ല സാത്വികം മാത്രമുള്ള എല്ലാം കൊണ്ടും കുറേയൊക്കെ ഈശ്വരജ്ഞാനം ഉള്ളിൽ ഉണ്ടായവരാണല്ലോ സാത്വിക ഗുണം വന്ന് നമ്മളിവിടെ ജനിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തെ വാസന കൊണ്ടാണല്ലോ. അതുകൊണ്ട് അവർക്ക് കുറച്ച് തിരിച്ചറിവുണ്ടാവും. അല്ലാത്തവർക്കെല്ലാം വലിയ പാടാണ്, ദുസ്തരയാകും പ്രകൃതി ഗുണങ്ങളാൽ. അതുകൊണ്ട് ചിത്ത പരവശബദ്ധരായി അവർക്കുള്ള മനസ്സ് ബദ്ധലാണ്. അവരുടെ മനസ്സിൽ യാതൊരു എത്തുംപിടിയും കിട്ടത്തില്ല. ഒന്നുകൊണ്ടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ചിത്തം പരവശബദ്ധരായ നിത്യവും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായുള്ള വിഭ്രമിച്ചിടുന്നു. എന്താണ് അത്? പ്രാകൃതമാകയാൽ അവർക്ക് ഒട്ടും അറിവില്ല. ആ ബ്രഹ്മസ്തംഭ പര്യന്തമായുള്ളവ വെച്ചാൽ ബ്രഹ്മാവ് തൊട്ട് ഒരു പുൽക്കൊടി വരെ ഉള്ളവ ആർക്കും തിരിച്ചറിവില്ല. അതുകൊണ്ട് വിഭ്രമിച്ചിടുന്നു. പ്രാകൃതമാകയാൽ അവരുടെ മനസ്സ് പ്രാകൃതമാണ്. മനസ്സിൽ യാതൊരു അറിവും ഇല്ല. ഈശ്വരൻ്റെ ജ്ഞാനങ്ങളൊന്നും തന്നെ ഒട്ടും തീണ്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്കാണ് ബ്രഹ്മ തൊട്ട് പുൽക്കൊടിയുള്ളവരെ ആയവ വിഭ്രമിച്ചിടുന്നു. ബ്രഹ്മാവനും ഈ വിഭ്രമം കാണും. അതുകൊണ്ട് ഇന്നാരെന്നില്ല, ഇതിൽ അകത്ത് ആരെല്ലാം നന്മയുണ്ടോ അതിൽ കുറേ ആൾക്കാർക്ക് 1,00,000 1, 2, 4, 10 പേർക്കൊക്കെ തിരിച്ചറിവ് കാണും. എല്ലാം ഏകമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കാണും. അല്ലാത്തവർക്കൊന്നും പറ്റത്തില്ല. എന്താ രണ്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ തരംതിരിവ് ഉണ്ടാവില്ലല്ലോ, ഞാനെന്നും നീയെന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാവരെയും ഒന്നായിട്ട് കാണാൻ കഴിയാത്തതെന്താ? ഈ തരംതിരിവ് എന്താ വന്നത്? അറിവില്ലായ്മ കൊണ്ടല്ലേ. ഏകമായ ഈശ്വരനാണ് ഈ ലോകത്ത് ഒന്നേ ഉള്ളെങ്കിൽ നമ്മളെല്ലാവരും ആ ഏകം തന്നെയാണ്, ആ ഞാൻ തന്നെയാണ് എല്ലാം എന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്തതെന്താ? തിരിച്ചറിവില്ല. എല്ലാം ഞാനെന്നും നീയെന്നും രണ്ടെന്ന് കൽപ്പിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെല്ലാം എന്താ ആ ബ്രഹ്മസ്തംഭ പര്യന്തമായുള്ളവ വിഭ്രമിച്ചിടുന്നു. അവർക്ക് വിഭ്രമം തന്നെ. അവർക്കൊരു യഥാർത്ഥമായ ഒരു അറിവില്ല. അവർക്ക് എന്ത് വേണമെന്ന് അവർക്ക് തന്നെ തിരിച്ചറിവില്ല. അതുകൊണ്ട് അത് പ്രാകൃതമാണ്. അവർക്ക് അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല. ഇന്ന് ഭവൽ കൃപ കൊണ്ട് എനിക്കുണ്ടായി വന്നിതു മോഹമതും ഭാഗ്യമായല്ലോ. ഈ അക്രൂരൻ പറയുന്നു, എനിക്കിന്ന് ഇതിന് ഭാഗ്യം വന്നല്ലോ. കാരണം എന്താ? ഭഗവാൻ അവിടെ കൃഷ്ണൻ രഥത്തിലിരിക്കുന്നു, ബലരാമനും കൃഷ്ണനും രഥത്തിലിരിക്കുന്നു. ബലരാമൻ്റെ അനന്തൻ. ആ ബലരാമൻ ആരാ? അനന്തനാ, ശേഷനാ, അതായത് നാഗമാ. ആ മെത്ത അവിടെ അതിലാണ് തിളങ്ങുന്ന 1000 ഫണങ്ങളുള്ള ആ മെത്ത അനന്തനിൽ ഭഗവാൻ കൃഷ്ണൻ നാരായണൻ അവിടെ ശയിക്കുന്നു. അത് രണ്ടും ഏതാ? ഒന്നല്ലേ? കൃഷ്ണനും ബലരാമനും ആരാ? അനന്തനും മഹാവിഷ്ണു അല്ലേ? അപ്പോൾ അതിനുള്ള ഭാഗ്യം അക്രൂരന് കിട്ടി. ഈ 2 പേരും ആണിന്ന് വെള്ളത്തിൽ പാലാഴിയിൽ അനന്തശയനായിട്ട് കിടക്കുന്നത് ഇദ്ദേഹം കാണുന്നത്. അപ്പോൾ രണ്ടും എന്താണ്? ഏകമല്ലേ? ആ അറിവ് അദ്ദേഹത്തിന് കിട്ടിയില്ലേ? നമ്മളെന്തുകൊണ്ട് ഇത് പഠിച്ചിട്ട് ഇതൊക്കെ വായിച്ചിട്ട് നമ്മളെന്താ അങ്ങനെ ആവാത്തത്? നമുക്കെന്താ ഉള്ളിൽ നിന്ന് 2 മാറ്റി 1 ആവാത്തത് എന്താ? എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഒരുപാട് പേർക്ക് ഇത് എത്ര വായിച്ച് പറഞ്ഞു കൊടുത്താലും ആരും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. ഇതൊന്നും മനസ്സിലാകാണ്ട് എല്ലാവരും ഭാഗവതം വായിക്കുന്ന ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ തന്നെ വായിച്ചത് മനസ്സിലാക്കാത്തത് കൊണ്ടോ ആണ്. എനിക്കും ആരും പറഞ്ഞു തന്നാൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കി തരും. നമ്മൾ അങ്ങനെ തീർന്നിട്ടായിരിക്കും ഇത് അതിനും അറിയില്ല. നമ്മളിങ്ങനെ ആക്കിയെടുക്കും ഈശ്വരൻ. അപ്പോഴും നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. അല്ലാതെ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മളങ്ങനെ ആവാത്തത്തോളം കാലം എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? അതുകൊണ്ട് ആദ്യമേ ഭക്തിപൂർവ്വം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈശ്വരനൊരു കഴിവ് തരും. അല്പമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ അല്ലാതെ പറ്റത്തില്ല. എല്ലാം ഒന്നും പറ്റണമെന്നില്ല. അപ്പോൾ ഈശ്വരൻ്റെ ഇംഗിതം എന്താണ്? നമ്മളെല്ലാവരും
ഏകമായ ഈശ്വരനെ ഉള്ളൂ. നാം എല്ലാം അത് തന്നെയാണ് അംശങ്ങൾ. കാരണം ഈ പിന്നെ ബ്രഹ്മാണ്ടം മൊത്തവും എന്താ പറയുക, വിരാട് പുരുഷൻ, ഈ ലോകം മൊത്തവും ആ വിരാട് പുരുഷനായിട്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുക. ഭഗവാന്റെ തലതൊട്ട് കാലിൻ്റെ വിരൽ വരെ ഓരോരോ 14 ലോകങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളുന്നതും എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെയാണ് നിറഞ്ഞിരിക്കുക. അതിനകത്തുള്ള ഒരു ചെറിയ വസ്തുവാണ് നമ്മൾ. അപ്പോൾ ഏതെങ്കിലും ഒന്നുണ്ടോ മാറ്റിവെക്കാൻ? ഏതെങ്കിലും ഒരു പുൽക്കൊടിയെങ്കിലും ഉണ്ടോ ഇവിടെ മാറ്റിവെക്കാൻ? ഭഗവാനല്ലാതെ, പരമാത്മാവല്ലാതെ, ആ ഏകനായ ഈശ്വരനല്ലാതെ. അത് നമ്മൾ എന്ന് ഉൾക്കൊള്ളുന്നു അപ്പോഴല്ലേ നമുക്കും ഇതിനെപ്പറ്റി മനസ്സിലാകാനും ഭഗവത് കൃപയും നമുക്ക് കിട്ടത്തുള്ളൂ. രണ്ടെന്നുള്ള അജ്ഞാനികൾക്ക് ഈശ്വര കൃപ എങ്ങനെ വരും? അജ്ഞാനം നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ എങ്ങനെ പിന്നെ ഇത് വരുന്നത്? അജ്ഞാനം മൊത്തവും മാറണം. അജ്ഞാനം എന്താണ്? എല്ലാ അഴുക്ക്, രണ്ടെന്ന് കാണുന്ന അഴുക്കാണ്. ഞാനും നീന്ന് രണ്ട് വരുന്നത് അഴുക്കാണ്. അതിനെ മാറ്റി ഒന്നാവാൻ ശ്രമിക്കണം. ആ ഒന്നാകുമ്പോഴേ നമുക്ക് ഭഗവാനോട്ട് നമ്മളും ഈശ്വരനും ഞാൻ, അത് എന്നിലിരിക്കുന്ന ഞാൻ തന്നെയാണ് ലോകത്തുള്ള സർവ്വതും എന്ന് നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്ന അതാണ് ഈശ്വര കൃപ. അപ്പോഴാണ് സർവ്വതും കാണുന്ന മൊത്തവും ആ ഈശ്വരനാണെന്ന് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ കൃപ വന്നല്ലോ. അതാണ് കൃപ. ഇതെല്ലാം നാം തന്നെയാണെന്ന് അറിയുന്നതല്ലേ കൃപ. സർവ്വതും ഞാൻ തന്നെയാകുന്നു എന്ന് ഞാൻ എപ്പോൾ മനസ്സിലാക്കുന്നു? ഈ കാണാതെ മൊത്തം ഞാൻ തന്നെ, അന്യതായിട്ട് മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല. അതാണ് കൃപ. അത് എപ്പോഴാണ് ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്? ആ ഉൾക്കാഴ്ചയ്ക്ക് അതാണ് കൃപയെന്ന് പറയുന്നത്. അല്ലാതെ എങ്ങൊന്നും കൊണ്ടുവരണ്ട. ഇത് നമ്മൾ തന്നെ ഉള്ളത്. നമ്മളത് എപ്പോഴാണ് മനസ്സിലാക്കി അത് തിരിച്ചറിയുന്നത്, ആ സമയം വരെ നമുക്ക് ഈശ്വര കൃപ എങ്ങനെ കിട്ടും? എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.